എന്നും പറയുന്നത്. മരണാനന്തരം എന്നുള്ള ഈ വിഷയം കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുവാൻ നാം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഈ ബോർഡിൽ അത്യാവശ്യം അതിൻ്റെ ഒരു സ്കെച്ച്, ബൈബിളിൻ്റെ ഒരു ടൈം ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. ഇന്ന് ഞാനത് ഓൾറെഡി വരച്ചിട്ടു. കാര്യം നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം, അല്പം കോംപ്ലക്സ് സ്കെച്ച് ആയത് കാരണം വരച്ച് നമ്മുടെ സമയം എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഇത് വരച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് എപ്പിസോഡ് നമ്പർ 24, ഈസ് ഇറ്റ് ഓൾ ഓവർ വെൻ വി ഡൈ എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത്. ഇവിടെ കാലത്തെ, അതായത് ജനസിസ് 1:1, ഉൽപ്പത്തി 1:1 പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമി ഉണ്ടാക്കി. അതുമുതൽ അവസാനം വെള്ളസിംഹാസനത്തിലെ ന്യായവിധി, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, ഇവിടെ വരെയുള്ള കാലയളവ് നമ്മൾ വരച്ചിട്ടിരിക്കുകയാണ്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ 3ആയി വിഭജിച്ചിരിക്കുന്നു. മുൻകാലം, ഇപ്പോഴുള്ള കാലം, ഇവിടെ മുതൽ ഇവിടെ വരെ, വരും കാലം, അതായത് മഹോപദ്രവകാലം, സഹസ്രാബ്ദ വാഴ്ച, അങ്ങനെ 3ആയിട്ട് ഇതിനെ വിഭജിച്ചിരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെ മരിച്ചു പോയവർക്ക് എന്ത് സംഭവിച്ചു, അത് അവരെവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ പിക്ചർ വരച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിച്ച് കാണുമ്പോൾ തന്നെ എന്നെ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നതും കാണുക. മുൻകാലം എന്ന് പറയുന്നത് പഴയ നിയമകാലമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് വരെയുള്ള കാലമാണ് ഈ മുൻകാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം. അപ്പോൾ നാം ശ്രദ്ധിക്കുക, അന്ന് മരിച്ചു പോയിരുന്നവരുടെ ആത്മാക്കൾ വിശ്രമിക്കുവാനായി ദൈവം 2 സ്ഥലങ്ങൾ കൽപ്പിച്ചാക്കിയിരുന്നു. അതിനെയാണ് നാം പാരഡൈസ് എന്നും ഹെയ്റ്റ്സ് എന്നും പറയുന്നത്, ഷിയോൾ എന്ന് പറയാറുള്ള ഈ 2 സ്ഥലങ്ങൾ. അതിനെ മലയാളത്തിൽ പാതാളമെന്നും അധമ പാതാളമെന്നും പറയും. അതായത് ഇങ്ങനെ ഒരു സ്ഥലമാണ്, അതിൻ്റെ ഹാഫ് പോർഷനെ പാതാളം എന്ന് പറയുന്നു, അതിൻ്റെ ഹാഫ് പോർഷനെ അധമ പാതാളം എന്ന് പറയുന്നു. അന്ന് നമുക്കറിയാം, പല വിശുദ്ധന്മാരും മരിച്ചവര് അവർ പാതാളത്തിലേക്ക് പോകുവാനായിട്ട് പ്രത്യാശിച്ചിരുന്നു. ഇയ്യോബിന്റെയൊക്കെ പ്രത്യാശയായിരുന്നു അവർ പാതാളത്തിലേക്ക് പോകുമെന്ന്. യാക്കോബ് പറയുന്നുണ്ട്, യോസഫിനെ കൊണ്ടുപോയി ബെന്യാമിനെ കൂടെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ യാക്കോബ് പറയുന്നൊരു ഭാഗമുണ്ട്, എൻ്റെ നരയെ നിങ്ങൾ ദുഃഖത്തോടു കൂടി പാതാളത്തിൽ ഇറക്കുമല്ലോ എന്ന്. കോരഹ് പുത്രന്മാര് അനേകരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഡ്രീം ആയിരുന്നു അവർ പാതാളത്തിൽ പോകും എന്നുള്ളത്. എന്നാൽ അധമ പാതാളം എന്ന് പറയുന്നത് വലിയ യാതനാ സ്ഥലമാണ്. ഇതാണ് ഒരു യാതനാ സ്ഥലം. ഇത് ആരും പോകുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നത്, കർത്താവേ, എൻ്റെ ആത്മാവിനെ നീ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഇതാണ് അധമ പാതാളം, ഇതാണ് പാതാളം. ഇതിനെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യഹൂദന്മാർ അവർ വിളിച്ചിരുന്ന ഓമന പേര് അബ്രഹാമിന്റെ മടി എന്നും യാതനാ സ്ഥലമെന്നുമാണ്. പാതാളത്തിനെ അബ്രഹാമിന്റെ മടി എന്ന് വിളിച്ചിരുന്നു, അധമ പാതാളത്തെ യാതനാ സ്ഥലം എന്ന് വിളിച്ചിരുന്നു. ഇതാണ് അധമ പാതാളം, ഇതാണ് അബ്രഹാമിന്റെ മടി. ഇതിനെ പാരഡൈസ് എന്ന് നമ്മൾ പറയും, അത് തന്നെ ടോർമെന്റ് പ്ലേസ്, യാതനാ സ്ഥലം, അതാണ് ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. മുൻകാലത്ത് മരിക്കുന്ന വിശുദ്ധന്മാർ പൊക്കൊണ്ടിരുന്നത്, അവരുടെ ആത്മാക്കൾ പൊക്കൊണ്ടിരുന്നത് അബ്രഹാമിന്റെ മടി എന്ന സ്ഥലത്തേക്കാണ്. ഇവിടെയുള്ള ദുഷ്ടന്മാർ പൊക്കൊണ്ടിരുന്നത് യാതനാ സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമുക്കിത് പല എക്സാമ്പിളിൽ കൂടി അറിയാം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ധനവാന്റെയും ലാസറിന്റെയും ഉപമ നമുക്കറിയാം. ധനവാൻ പോയത് ഈ ടോർമെന്റ് പ്ലേസിലേക്ക്, അല്ലെങ്കിൽ യാതനാ സ്ഥലത്തേക്കാണ്. ലാസർ പോയത് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് താന് യാതനാ സ്ഥലത്ത് കിടക്കുന്ന ആളിനെ കാണുകയും യാതനാ സ്ഥലത്ത് കിടക്കുന്ന ആള് തന്നെ ഇവിടെ കാണുകയും ചെയ്യുകയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, കാര്യം ഇതിനിടയിൽ വലിയൊരു പിളർപ്പുണ്ട്. ഇവർക്ക് ഇവിടുന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ പോകുവാനായിട്ട് പറ്റത്തില്ല. ഇവിടെ കിടക്കുന്ന ഒരാൾക്ക് തിരിച്ചു വരാനും പറ്റത്തില്ല. അവൻ ദൈവത്തിന്റെ കൺട്രോളിലാണ്, ദൈവത്തിന്റെ കസ്റ്റഡിയിലാണ്. ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ അവൻ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവന് പിന്നെ തിരിച്ചെങ്ങോട്ട് പോകുവാൻ പറ്റത്തില്ല. ഒരു ചെപ്പടി വിദ്യയ്ക്കും അവനെ അവിടുന്ന് മാറ്റുവാനായിട്ട് കഴിയത്തില്ല. ഇവൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരാനോ ഇവർക്ക് അങ്ങോട്ട് പോകുവാനോ കഴിയത്തില്ല. ഇതിനിടയിൽ വലിയൊരു പിളർപ്പുണ്ട്. മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാണ് അധമ പാതാളം അല്ലെങ്കിൽ യാതനാ സ്ഥലം. കർത്താവ് മരിച്ചപ്പോൾ പോയത് ഈ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. കർത്താവിന്റെ കൂടെ ക്രൂസിൽ തറച്ച കള്ളനോട് ദൈവം പറയുന്നുണ്ട്, അവനറിയാം ഇത് യഹൂദന്റെ രാജാവായ ക്രിസ്തുവാണ് എന്നുള്ളത് അവന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവന് പശ്ചാത്താപം ഉണ്ടായിട്ട് അവൻ കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ, നീ രാജാവായി വരുമ്പോൾ, അവൻ അറിയാമായിരുന്നു കർത്താവ് രാജാവായി വരും, സ്വർഗരാജ്യം സ്ഥാപിക്കും, രാജാതിരാജാവായിട്ട് ഇവിടെ വാഴുമെന്നുള്ളത്. ആ സമയത്ത് എന്നെ കൂടി ഓർക്കണേ എന്നാണ് അവൻ പറഞ്ഞത്. എന്നാൽ അവന്റെ ആത്മാർത്ഥതയും അവന്റെ മാനസാന്തരവും കണ്ടിട്ട് കർത്താവിനോട് പറയുകയാണ്, ഇന്ന് രാത്രി നീ എന്നോട് കൂടി പറുദീസയിലിരിക്കും. അങ്ങനെ കർത്താവ് ഭൂമിയുടെ അധോഭാഗത്തേക്ക് പോയി എന്ന് പൗലോസ് പറയുന്നത് ഇതാണ്, അബ്രഹാമിന്റെ മടി. ഇവിടെ കിടന്ന വിശുദ്ധന്മാരോടാണ് കർത്താവ് അന്ന് സുവിശേഷം ഘോഷിച്ചത്. അന്ന് രാത്രിയിൽ നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കുമെന്ന് പറഞ്ഞത് കള്ളനും കർത്താവ് ഒന്നിച്ച് പറുദീസയിലിരുന്നത് ഈ പറുദീസയിലാണ്.
അത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനുശേഷം നമ്മുടെ വിഷയം ഇത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ അല്പം ഫാസ്റ്റായിട്ട് പോവുകയാണ്. ഇവിടെ വരുമ്പോൾ കർത്താവ് ഉയർക്കുന്നു. ഈ കാലഘട്ടം ഇവിടെ തീരുകയാണ്. കർത്താവിൻ്റെ ഉയർപ്പ് ഇവിടെ സംഭവിക്കുന്നു. ഉയർപ്പിൻ്റെ അന്ന് കർത്താവ് അന്ന് വരെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാർ, അതായത് ഈ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന ഈ പോർഷനിൽ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളെ കൈക്ക് പിടിച്ചുകൊണ്ട് പാരഡൈസ്, അതായത് ഈ ഒരു പോർഷൻ സ്വർഗം അല്ലെന്നുണ്ടെങ്കിൽ അത് വേറൊരു സ്ഥലത്തേക്ക് ഉന്നതങ്ങളിലേക്ക് മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുവാൻ ചിന്തിക്കാം. വേറൊരു സ്ഥലത്തേക്ക്. ഇതാണ് കർത്താവ് അന്ന് വരെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്ന അവരെ കൊണ്ട് സ്വർഗസ്ഥലത്താക്കി, അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഉയരങ്ങളിൽ കൊണ്ടുപോയി അവർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നത് അന്ന് വരെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാർക്ക് താമസിക്കുവാനായി, അവരുടെ ആത്മാക്കൾ വിശ്രമിക്കുവാനായി ഈ പാരഡൈസ് എന്ന് പറയുന്ന പോർഷൻ ഇങ്ങോട്ട് മാറ്റുകയുണ്ടായി. എന്നാൽ യാതനാ സ്ഥലം അവിടെ തന്നെ തുടരുകയാണ്. ഇന്ന്, അതായത് ഇപ്പോഴുള്ള കാലം അല്ലെങ്കിൽ കൃപായുഗം, ഇന്ന് മരിക്കുന്ന ഒരു വിശുദ്ധൻ ഈ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ പാരഡൈസിലേക്ക് പോകുന്നു. ഇത് മറ്റൊന്നുമല്ല, ഈ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത് കർത്താവിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി കഴിഞ്ഞപ്പോൾ, ആദാമ്യ പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പഴയ നിയമ വിശുദ്ധന്മാരെ കൈക്ക് പിടിച്ചുകൊണ്ട് ഈ പാരഡൈസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അതിനെ മാറ്റം ചെയ്യുകയുണ്ടായി. ഇത് ഇങ്ങനെയാകുവാനായിട്ട്, പണ്ട് ഇങ്ങനെയായിരുന്ന സംഭവം ഇപ്പോൾ അത് ഇങ്ങനെയായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. ഇതാണ് പാരഡൈസ്. ഇന്ന് മരിക്കുന്ന ഒരു വിശുദ്ധൻ പോകുന്നത് ഈ പാരഡൈസിലേക്കാണ്. അവനെ ആനയിച്ചുകൊണ്ട് പോകുന്നത് വലിയൊരു ദൂതസഞ്ചയമാണ്. മരിക്കുന്ന പ്രത്യാശയുള്ള പലരെയും നമുക്കറിയാം. അവരൊക്കെ പറയുന്നുണ്ട്, ദൂതന്മാർ വരുന്നു, എന്നെ കൊണ്ടുപോകാനായിട്ട് അനേകർ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യാശയുള്ള അമ്മച്ചിമാർ അപ്പച്ചന്മാരൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് ഇപ്പോഴുള്ള കാലത്ത് മരിച്ചു കഴിഞ്ഞാൽ അവർ പോകുന്നത് ഇങ്ങോട്ടാണ്. ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന പോർഷൻ കാലിയാക്കി ഇവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. മനോഹരമായ അനുഭവമാണ്. ഇത് മരിച്ചു കഴിഞ്ഞാൽ നാം പോകുന്നത് ഈ പാരഡൈസിലേക്കാണ്. എന്നാൽ ദുഷ്ടന്മാരായ ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. ഞാൻ വലിയ ദുഷ്ടനൊന്നുമല്ല, ചെറിയ ചെറിയ ചില കുഴപ്പങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെന്നേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന അനേകരുണ്ട്. ദൈവത്തിന് ഗ്രേ എന്ന് പറയുന്നൊരു പരിപാടിയില്ല. നീ ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്. നീ ഒന്നുകിൽ നല്ലവൻ, നീതിമാൻ, അല്ലെങ്കിൽ ദുഷ്ടൻ. ഇതിനിടയ്ക്കുള്ളൊരു പ്രോഗ്രാം ദൈവത്തിനുള്ളതല്ല. അതുകൊണ്ട് നീ നീതിമാൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടനാണ്. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. ഈ ഇടയ്ക്കുള്ള ഒരു പ്രോഗ്രാം, ഒരു ബിസിനസ് ദൈവത്തിനില്ല. ഈ കൃപായുഗത്തിൽ മരിക്കുന്ന ഒരു ദുഷ്ടൻ പോകുന്നത് യാതനാ സ്ഥലത്തേക്കാണ്. ഈ യാതനാ സ്ഥലം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കല്, ഇത് നരകമല്ല, ഇത് റിമാൻഡിൽ വെക്കുന്ന സ്ഥലമാണ്. അതായത് കോടതിയിൽ കൊണ്ട് നമ്മളെ വിധിക്കണം, നമ്മുടെ കുറവ് നമുക്ക് മനസ്സിലാക്കണം, അതിനുശേഷമേ നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയാൻ പറ്റത്തുള്ളൂ. ഇതാണ് നിത്യ നരകം, ദ എറ്റേണൽ ലേക്ക് ഓഫ് ഫയർ. ഇതാണ് നരകം. ഇവിടെ കളയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു കോടതിയിൽ കൊണ്ടുവരണം. ഇതാണ് വെള്ള സിംഹാസനത്തെങ്കിലെ ന്യായവിധി, ഇതാണ് കോർട്ട്. ഈ കോർട്ടിൽ വന്നിട്ട് നമ്മുടെ കുറ്റം എന്താണെന്ന് നമുക്ക് ബോധ്യമാക്കി തരണം. അതിനുശേഷമേ ഇങ്ങോട്ടോ നമ്മളെ അങ്ങോട്ടോ വിടാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇത് റിമാൻഡിൽ വെച്ചിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലൊക്കെ അഴിയുടെ പുറകിൽ ബിഹൈൻഡ് ദ ബാർസ് പലരെയും വെച്ചിരിക്കുന്ന കാണുമല്ലോ. അത് കോർട്ടിൽ കൊണ്ടുപോയി അവരെ പ്രസന്റ് ചെയ്യുന്നത് വരെയുള്ള സമയത്താണ്. അതാണ് യാതനാ സ്ഥലം, റിമാൻഡിൽ വെച്ചിരിക്കുന്ന സ്ഥലം. ഇന്ന് ഒരു ആത്മാവ്, ഒരു ദുഷ്ടനായ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് പോകുന്നത് ഇവിടാണ്. ഇവിടെ യാതനാ സ്ഥലമാണ്. ഇത് എറ്റേണൽ ലേക്ക് ഓഫ് ഫയർ അല്ല, ഇത് യാതനാ സ്ഥലമാണ്. യാതനാ സ്ഥലത്ത് ഭയങ്കര കഷ്ടമാണ്. ഇവിടെ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കഷ്ടമാണ് ഇവിടെയും സഹിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു 10-1 ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലയിൽ എൻ്റെ ഒരു അനുമാനമാണ്. അതിന് വാക്കുകളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ വാക്യങ്ങളുടെ സപ്പോർട്ടോ ഒന്നുമില്ല, ഞാനങ്ങനെ അനുമാനിക്കുകയാണ്. അവിടെ ഉള്ളതിൻ്റെ ഒരു 10-1 കുറവായിരിക്കും. എന്നിരുന്നാൽ തന്നെ മനുഷ്യന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ടോർച്ചറിങ് ആണ്. ഇത് ടോർമെന്റ് പ്ലേസ് ആണ്, യാതനാ സ്ഥലം. ഭയങ്കര കഷ്ടമാണ്, ചിന്തിക്കാൻ പറ്റാത്ത കഷ്ടമാണ്. നമ്മൾ വിചാരിക്കുന്ന മാതിരി അവിടെ പോയി പലരെല്ലാം കൂടി തോളയിൽ കൈയിട്ട് നമ്മൾ മിമിക്രിയും കൂച്ചിപ്പൊടിയും ഒക്കെ ആയിട്ട് ഇവിടെ കൂടി കഴിയുവാണെന്ന് ആരും വിചാരിക്കല്ല. യാതനാ സ്ഥലമാണ്, കഷ്ടപ്പാടാണ്. അതിനുശേഷം ഈ കാലഘട്ടത്തിന്റെ അവസാനം വരെ, അതായത് ഈ കാലഘട്ടം എന്നാ തീരുന്നത്, റാപ്ചറോട് കൂടി തീരും. അല്ലെന്നുണ്ടെങ്കിൽ സഭ ഇവിടുന്ന് ചേർക്കപ്പെടുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ വരുമ്പോൾ ഇപ്പോഴുള്ള കാലം തീരും, സഭ ഇവിടുന്ന് എടുക്കപ്പെടും. നമ്മൾക്ക് സഭ ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും
പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്ന് 1 തെസ്സലോനിക്കർ 4:16 നാം വായിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ അത് തന്നെയാണ് 1 കൊരിന്ത്യർ 15:51, 52, 53 പറഞ്ഞത്. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്ന് പറയുന്ന ഭാഗം. അതായത് കർത്താവിന്റെ മേഘപ്രത്യക്ഷത, സഭ ഇവിടെ നിന്ന് ചേർക്കപ്പെടുന്ന സമയം. അന്നേരം ആദ്യം എന്ത് സംഭവിക്കും? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവരുടെ ആത്മാക്കൾ ഇന്ന് എവിടെയാണ് വിശ്രമിക്കുന്നത്? ഇവിടെയാണ്. അവര് ഉയർക്കണം. അതിന് അവരുടെ ആത്മാക്കൾ അവരെ എവിടെ അടക്കിയോ, എവിടെ അവർ മരിച്ചോ അവിടെ വന്ന് അവർ രൂപാന്തരം പ്രാപിക്കും. അവരുടെ ആത്മാക്കൾ ഇവിടെ വരും. അതാണ് കർത്താവ് തൻ ഗംഭീരനാദം. എന്തിനാണ് കർത്താവിന്റെ ആ ഗംഭീരനാദം? അത് കല്ലറകൾ മേലുള്ള കർത്താവിന്റെ അധികാരം പ്രകടമാക്കുന്ന ശബ്ദമാണ്. മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്ന ദൈവം മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്നരുളി ചെയ്യുന്ന ഒരു ദിനമുണ്ട്. അതാണ് കർത്താവിന്റെ ഈ ഗംഭീരനാദം. അന്ന് മരിച്ചുപോയവരുടെ ആത്മാക്കൾ അവരെവിടെ നിന്ന് മരിച്ചോ അവിടെ വന്നിട്ട് രൂപാന്തരം പ്രാപിച്ച് അവര് വീണ്ടും കർത്താവിനോട് കൂടി ഈ ഹെവനിലേക്ക്, ബീമ എന്ന് പറയുന്ന ഒരു കോർട്ടിലേക്ക്, യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക്, പാരഡൈസിലുള്ള വേറൊരു പോർഷനാണ്, അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ 3 ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഒന്ന് കർത്താവ് തൻ ഗംഭീരനാദം. അത് ഇവിടെയുള്ള വിശുദ്ധന്മാരുടെ ആത്മാക്കൾ കല്ലറകളെ തുറന്ന് അവരുടെ ആത്മാക്കൾ അവരവിടുന്ന് രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടേണ്ടതിന് അവർ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. അവർ ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടി, അവർക്ക് ആ ഒരു സ്വർഗീയ ശരീരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സൗണ്ടാണ് കർത്താവിന്റെ ആ ഗംഭീരനാദം. അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2, പ്രധാന ദൂതന്റെ ശബ്ദം. ആരാണ് പ്രധാന ദൂതൻ? ഇതാണ് മിഖായേൽ. മിഖായേൽ ഇവിടെ എന്താണ് ബിസിനസ്? അതായത് ഈ സ്വർഗത്തിൽ നിന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കൾ ഭൂമിയിൽ വരണം. അവരെ എവിടെ അടക്കിയോ, അവരെവിടെ മരിച്ചോ അവിടെ നിന്ന് ഉയർക്കണം. അവർ ഈ വരുന്ന വരവിൽ ഇവിടെ ഒരു വലിയ ബാറ്റിൽ, വലിയൊരു യുദ്ധം നടക്കും. സാത്താന് ഇത് താങ്ങാൻ പറ്റുന്ന വിഷയമല്ല. ആയിരങ്ങള് ലക്ഷങ്ങള് അവന്റെ അതായത് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന അവന്റെ ആ റൂട്ടിൽ കൂടെയാണ് വന്നിട്ട് അവര് രൂപാന്തരം പ്രാപിക്കേണ്ടത്. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊണ്ടുവന്ന ഒരു ദൂതനെ ദിവസങ്ങളോളം തടഞ്ഞു നിർത്തിയ ആളാണ് സാത്താൻ. അവൻ ഇങ്ങനൊരു വലിയൊരു മാസീവ് കൺവേർഷൻ നടക്കുന്ന കാണുമ്പോൾ കൈയും കെട്ടി നിന്നു നിർത്തില്ല. അവിടെ ഒരു വലിയ ബാറ്റിൽ നടക്കും. അതിനെയാണ് മിഖായേലിന്റെ ആവശ്യം ഇവിടെ കാണുന്നത്. പ്രധാന ദൂതന്റെ ശബ്ദം. മിഖായേൽ അതിനെയൊക്കെ വെട്ടി എല്ലാം സാത്താനെ ജയിച്ച് ആ കാര്യങ്ങളൊക്കെ നടക്കുവാനായിട്ടാണ് മിഖായേൽ പ്രധാന ദൂതന്റെ ശബ്ദം അവിടെ കാണുന്നത്. അതിനുശേഷം കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഇത് 3ാമത്തെ ശബ്ദമാണ്. ഈ കാഹളത്തിലാണ് ജീവനോടിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കുന്നത്. നമ്മുടെ ഈ മർത്യ ശരീരങ്ങൾ രൂപാന്തരം പ്രാപിക്കും. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം ഇവിടെ നിന്ന് പറന്നു പോകും. ഇന്ന് അനേകർക്ക് വിശ്വസിക്കുവാനോ ചിന്തിക്കുവാനോ പറ്റാത്ത ഒരു പരമ സത്യമാണത്. കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം രൂപാന്തരം പ്രാപിക്കും. നാം ഇവിടെ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് അര കെട്ടി ചെരുപ്പിട്ട് മുറുക്കി കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഇന്ന് കാത്തിരിക്കുന്നു. കാഹളം ധ്വനിക്കുമ്പോൾ നാം രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ രൂപാന്തരം പ്രാപിച്ചവർ പോകുന്ന ഒരു സ്ഥലമാണ് ഹെവൻ അല്ലെങ്കിൽ ബേമ. ബേമ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് കോർട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ പ്രവർത്തികൾ ചെയ്ത് പ്രൈസ് കിട്ടുന്നവർക്ക് അവരെ മാനിക്കുവാനായിട്ട് അവർക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു കോർട്ടാണ് ബേമ. നമ്മൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒളിമ്പിക്സിനും സ്പോർട്സിനും ഒക്കെ നമുക്ക് 1st, 2nd, 3rd ഈ പ്രൈസ് തരുന്ന പോഡിയം, അതിനെയാണ് ശരിക്കും ബേമ എന്ന് പറയുന്നത്. നമ്മുടെ പ്രവർത്തികൾക്ക് പ്രതിഫലം തരുന്ന ഒരു സ്ഥലമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭ എന്ന് പറയുന്ന ഈ കോർട്ട്. ഇതാണ് നാം കൊരിന്ത്യർ ലേഖനത്തിൽ കഴിഞ്ഞ ദിവസം പഠിച്ചത്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് ഒരുത്തൻ പണിയുന്നുവെങ്കിൽ അവന്റെ പ്രവർത്തികൾ കർത്താവ് ശോധന ചെയ്യും, അത് തീയിൽ കൂടി അത്രേ എന്നൊക്കെ നാം പഠിച്ചത് ഈ ഭാഗമാണ്. ഇതാണ് ബേമ. ഇവിടെ നമ്മുടെ പ്രവർത്തികൾക്ക് ദൈവം പ്രതിഫലം തരും. നാം ഇവിടെ എത്തി. സഭ, അതായത് ഈ കാലഘട്ടത്തിൽ മരിച്ചുപോയ വിശുദ്ധന്മാർ ഇവിടെ ആയിരുന്നവർ ഇവിടെ എത്തി. നാം വിശുദ്ധരായി ജീവിച്ചവർ രൂപാന്തരപ്പെട്ടു, ഇവിടെ എത്തി. അതിനുശേഷം ഈ കാലഘട്ടം കഴിഞ്ഞു. കർത്താവിന്റെ മടങ്ങി വരവ്, അതായത് രഹസ്യ പ്രത്യക്ഷത, സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുക, അതോടുകൂടി ഇപ്പോഴുള്ള കാലം തീരും. അടുത്ത കാലഘട്ടമാണ് വരും കാലം. അതെന്താണ്? അതിൽ ആദ്യം ആരംഭിക്കുന്നത് ട്രിബുലേഷൻ പീരീഡ്, അല്ലെന്നുണ്ടെങ്കിൽ മഹോപദ്രവകാലം. 7 വർഷത്തെ മഹോപദ്രവകാലം.
അതിന്റെ അവസാനത്തിൽ എന്ത് സംഭവിക്കും? അതാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത, അല്ലെങ്കിൽ ഗ്ലോറിയസ് അപ്പിയറൻസ്. ജീസസ് ക്രൈസ്റ്റ് വിൽ കം ബാക്ക് ടു ദ എർത്ത്. ഭൂമിയിൽ, ലോകത്തിൽ കർത്താവ് വരും. എന്തിനാണ് വരുന്നത്? സ്വർഗരാജ്യം സ്ഥാപിക്കുവാനായി. 1000 ആണ്ട് കർത്താവ് രാജാവായിട്ട് ഈ ലോകത്തെ വാഴും. യഹൂദന്മാരുടെ രാജാവായി ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രത്തിന്റെ സിംഹമായി 1000 ആണ്ട് ഈ ലോകത്തെ വാഴും. അന്ന് ഇവിടെ ഡെമോക്രാസി കാണത്തില്ല, തിയോക്രാസി കാണത്തില്ല. അന്ന് ക്രിസ്റ്റോക്രാസി ആയിട്ട് ഈ ലോകം വാഴും. രാജാതി രാജാവായി ജനിച്ചവൻ രാജാവായിട്ട് ഈ ലോകത്തെ വാഴും. ഇതായിരുന്നു യഹൂദന് ദൈവം കൊടുത്തിരുന്ന പ്രോമിസ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിപ്പീൻ. ഈ സംഭവം ആക്ച്വലി കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ട്രിബുലേഷൻ പീരീഡും അതിനുശേഷം ഇത് നടക്കേണ്ടതായിരുന്നു. എന്നാൽ അവന്റെ അനുസരണക്കേട് നിമിത്തം അവൻ പിതാവിനെയും പുത്രനെയും പരിശുദ്ധ ആത്മാവിനെയും റിജക്ട് ചെയ്തതിനാൽ ദൈവത്തിന്റെ മിസ്റ്ററി പ്രോഗ്രാമായിരുന്ന കൃപായുഗം ഇടയിൽ വന്നു ചേർക്കപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ ഇപ്പോഴുള്ള കാലം വന്നു. വരും കാലത്തിൽ കർത്താവിന്റെ മടങ്ങിവരവുണ്ടാകും. ഈ മടങ്ങിവരവിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് ഇവിടെ കൊണ്ടുപോയി ആക്കിയ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരും അതുവരെ മരിച്ചു പോയിട്ടുള്ള വിശുദ്ധന്മാര് ഇവിടെ വരുന്നില്ല. കാര്യം ഇത് സഭയുടെ കാലഘട്ടമാണ്, സഭയുടെ ഉൽപ്രാപണമാണ്. സഭയുടെ ഭാഗമായിട്ടിരുന്നവരാണ് ഈ ഉൽപ്രാപണത്തിൽ എടുക്കപ്പെട്ടത്. എന്നാൽ ഇവിടെ പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കളുണ്ട്. അവരെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ തന്നോടൊപ്പം വരികയും 1000 ആണ്ട് ഈ ലോകത്തിൽ വാഴുകയും ചെയ്യും. ജീവിച്ച് ഇവിടെ വാഴും. പത്രോസ് അപ്പോസ്തലൻ ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സകലവും വിട്ടിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് പറയുന്നു, പുനർജനനത്തിൽ 1000 ആണ്ട് വാഴ്ചയിൽ നിങ്ങൾ 12 പേരും എന്റെ കൂടെ ഇരുന്ന് 12 ഗോത്രങ്ങൾക്കും ന്യായം വിധിക്കും. അങ്ങനെ അവർ 12 പേരും ഇവിടെ ഉണ്ടാകും. കാര്യം അവർക്ക് പ്രോമിസ് ചെയ്തിരുന്നതാണിത്, പിതാക്കന്മാർക്ക് പ്രോമിസ് ചെയ്തിരുന്നതാണിത്. അതുകൊണ്ട് അവരിവിടെ വാഴും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അവർക്കുള്ളത്. സ്വർഗരാജ്യം അവർക്കുള്ളത്. 5-ാം വാക്യത്തിൽ പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, ഭൂമിയെ അവർ അവകാശമാക്കും. ഇതെല്ലാം അവർക്കുള്ള പ്രോമിസ് ആണ്. നമുക്ക് അങ്ങനെ ഒരു പ്രോമിസ് ഇല്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുത്തുകാരല്ല. നമുക്കുള്ള സ്ഥലം സ്വർഗമാണ്. നിന്റെ പൗരത്വം ഭൂമിയിലല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഇത് നമുക്കുള്ള ഓഫറല്ല. ഇത് 12 ശിഷ്യന്മാർക്കുള്ള ഓഫറും യഹൂദനുള്ള ഓഫറുമാണ്. 13-ാമതൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യും? ഇവിടെ കാണാനില്ലല്ലോ. കാര്യം അദ്ദേഹത്തിനുള്ള ഓഫർ അല്ലിത്. ഇത് സ്വർഗസ്ഥലങ്ങളിലാണ്. നമുക്ക് ഫിലിപ്പിയരോട് പറയുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇത് ഇവർക്ക് പ്രോമിസ് ചെയ്തിരുന്നതാണ്. യഹൂദജനം 1000 ആണ്ട് ഇവിടെ വാഴും. അതിന് അവസാനത്തിൽ ഒരു വെള്ള സിംഹാസനത്തെങ്കിലെ ന്യായവിധി. ഇവിടെ വെള്ള സിംഹാസനത്തെങ്കിലെ ന്യായവിധി. ഇത് വെള്ള സിംഹാസനമാണ്. കർത്താവ് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം ഒഴിഞ്ഞു പോകും. ഇവിടെ ഒന്നും കാണത്തില്ല. അനന്തതയുടെ വിഹായസിൽ കർത്താവ് ഒരു വെള്ള സിംഹാസനം വയ്ക്കും. അന്ന് സകലരും ആബാലവൃദ്ധം ജനങ്ങളും അവന്റെ മുമ്പിൽ വരും. എക്സെപ്റ്റ് ദ പീപ്പിൾ ഹു ഹാവ് ബീൻ ടേക്കൺ ഡ്യൂറിംഗ് ദ റാപ്ചർ. അതായത് കർത്താവിന്റെ ഈ സഭയുടെ ഉൽപ്രാമണത്തിൽ എടുക്കപ്പെടാത്ത വിശുദ്ധന്മാർ, ആദം മുതൽ മരിച്ചുപോയ ഇവിടെ കിടക്കുന്ന യാതനാസ്ഥലത്ത് കിടക്കുന്ന ആൾക്കാർ, ഇവരെ ഇതുവരെ ഉയർത്തിട്ടില്ല. ഇതാണ് നമ്മൾ ഉയർപ്പിന്റെ നിരയിൽ വായിച്ചു കേട്ടത്. അവസാനം, പിന്നെ അവസാനം, അതായത് ദുഷ്ടന്മാർ, അവർ പിന്നെ അവസാനം. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ അതിവിടെ നടന്നു, പിന്നെ അവസാനത്തിങ്കൽ ഇവിടെ കിടക്കുന്ന, അതായത് കായീൻ മുതൽ ആദാമിന് എന്ത് സംഭവിക്കും എന്ന് പറയുവാനായിട്ടുള്ള പ്രാഗൽഭ്യം എനിക്കില്ല. കായീൻ മുതൽ ഉള്ള ആൾക്കാര് ഇവിടെ നിന്ന് ഇവിടെ വരും, കർത്താവിന് മുമ്പിൽ വരും. 1000 ആണ്ട് വെള്ള സിംഹാസനത്തെങ്കിൽ വരും. അപ്പോൾ ദൈവം അവരോട് ചോദിക്കും അവരുടെ പ്രവൃത്തികൾ. അവർ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്ന് നോക്കും. ദ ബുക്ക് ഓഫ് ലൈഫ്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുവാനായിട്ട്. ആ പുസ്തകത്തിൽ പേരില്ല എന്നുണ്ടെങ്കിൽ അവരെ എറ്റേണൽ ലേക്ക് ഓഫ് ഫയർ, അതായത് യാതനാസ്ഥലമല്ല, അതായത് നിത്യ നരകം, ഗന്ധകവും തീയും കത്തുന്ന നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയും. എന്നാൽ അനേകര് അന്ന് എറ്റേണൽ ഹെവനിലേക്ക്, അല്ലെങ്കിൽ നിത്യ സ്വർഗത്തിലേക്ക്, നിത്യജീവനിലേക്ക് കടക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇതാണ് നിത്യജീവൻ. ഇത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം നടക്കും. നാം ഇവിടെ ആയിരിക്കുന്ന നാം 7 വർഷത്തെ ഇവിടുത്തെ വാസം കഴിഞ്ഞിട്ട് വീണ്ടും നാം ഇവിടെ വന്ന് 1000 ആണ്ട് വാഴും എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, ഇവിടെ നിന്ന് നാം നേരെ
ഈ എറ്റേണൽ ഹെവനിലേക്ക് പോരുകയാണ്. കാര്യം നമുക്കിവിടെ ഒരു ബിസിനസ് ഇല്ല, നമുക്കിത് ദൈവം പ്രോമിസ് ചെയ്തിട്ടുള്ളതല്ല. ഈ 1000 ആണ്ട് വാഴ്ച യഹൂദനാണ്. ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് വിൽ കം ഹിയർ. നമ്മൾ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. നാം ഇവിടെ വരും. ഇവിടെ വന്നതിന് ശേഷം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും ഒന്നായി ചേരും. ഇവിടെ നാം വരും. ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സെഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അന്ന് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. ഇതാണ് ആകെ ഉൽപ്പത്തി മുതൽ വെള്ള സിംഹാസനം വരെയുള്ള മനുഷ്യന്റെ ആത്മാവ് വിശ്രമിക്കുവാനായി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പടം ശ്രദ്ധിച്ച് കാണുക. വേണമെന്നുണ്ടെങ്കിൽ അവിടെ സൂം ചെയ്ത് പോസ്റ്റ് ചെയ്ത് നിർത്തി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മളിൽ അനേകം പേരും പ്രാർത്ഥിക്കുന്നത് അച്ചായന് നല്ലൊരു മരണം കിട്ടണമേ, നല്ലൊരു അടക്കം കിട്ടണേ എന്നാണ്. പ്രത്യേകിച്ച് കാലാവസ്ഥ അനുകൂലമായിരിക്കണം, മഴയുണ്ടാകരുത്, കുറേ പേര് കാണാൻ വരണം, പള്ളിമുറ്റത്ത് നിറച്ച ആൾക്കാരായിരിക്കണം, അച്ചാനെ കുറിച്ച് കുറേ പേര് നല്ല അനുശോചനങ്ങളൊക്കെ പറയണം. അതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്കൊരു വലിയ സംതൃപ്തിയായി, എന്തോ ഒരു വലിയ കാര്യം നിവർത്തിച്ച പോലെ നമ്മുടെ പണി തീർന്നതിലുള്ള ഒരു സംതൃപ്തി. നമ്മുടെ പണി തീർന്നു, പക്ഷേ അച്ചായന്റെ പണി അന്നേരം മുതൽ ആരംഭിക്കുകയാണ്. ഈ മരിച്ച സെക്കൻഡ് മുതൽ അച്ചായൻ എവിടാണ്? യാതന സ്ഥലത്താണെങ്കിൽ നിങ്ങളെ നോക്കി അലമുറയിടുന്നുണ്ടാവും, എൻ്റെ പൊന്നുമക്കളെ ഇത് യാതനയാടോ, ഇവിടെ വരരുതടോ, നിങ്ങൾ നന്നാകുവാനുള്ള വഴി നോക്കടോ, തിരുവചനം പഠിക്കടോ, നന്നായിക്കൊള്ളാനായിട്ട് അലമുറയിട്ട് കരയുന്നുണ്ടാവും ആ മരിച്ച സെക്കൻഡ് മുതൽ. ഐ ക്യാൻ ഗ്യാരണ്ടി യു. നമ്മൾ ഓരോരുത്തരും മരിച്ചു കഴിയുമ്പോഴേ ഇതിന്റെ വാല്യൂ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ നല്ലൊരു അടക്കം കൊടുത്ത് മഴയില്ലാതെ കാര്യങ്ങളൊക്കെ നടത്തി കഴിയുമ്പോൾ നമുക്ക് സമാധാനമായി. ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെട്ട ആ നേരം മുതൽ ശരിയായിട്ട് ജീവിച്ച് ദൈവത്തിന് കൊള്ളാവുന്നവനായി ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ അധോഗതി. യാതനാ സ്ഥലം എന്ന് പറയുന്നത് അധോഗതി. സഹോദരങ്ങളെ, കണ്ണടഞ്ഞു കഴിഞ്ഞാൽ രക്ഷയ്ക്ക് പിന്നെ ഒരു വഴിയും കാണുന്നില്ല. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നീ കർത്താവിന്റെ മുൻപിൽ മുഖാമുഖം നിൽക്കേണ്ടതായിട്ട് വരും. ആരും നിന്റെ കൂടെ കാണത്തില്ല. മരണശേഷം ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്നുള്ള പഠിപ്പീര് വേദപുസ്തകം അനുശാസിക്കുന്നില്ല. 2 കൊരിന്ത്യർ 5:10 ഇങ്ങനെ പറയുന്നു: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇതിൽ വലിയവനുമില്ല ചെറിയവനുമില്ല. യാതൊരു ചെപ്പടി വിദ്യയ്ക്കും നിന്നെ അവിടെ നിന്ന് മാറ്റുവാനായിട്ട് കഴിയത്തില്ല. വെളിപ്പാട് 20:12 ഇങ്ങനെ പറയുന്നു: മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. ഓരോരുത്തരുടെയും പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധി മരിച്ചവർക്ക് ഉണ്ടായി. ഫിലിപ്പിയ ലേഖനം 4:3 ഇങ്ങനെ പറയുന്നു: ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ സഹോദരങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമുക്ക് നിത്യജീവനിൽ വിടണോ നിത്യനരകത്തിൽ വിടണോ എന്ന് തീരുമാനിക്കുന്നത്. ഇന്ന് നമുക്ക് ഉറപ്പുണ്ടോ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത്? വളരെ സിമ്പിളാണ്. ഞാൻ സാധാരണ പറയുന്ന പോലെ ഈ ക്ലേമന്ത് ഒന്നും അവിടുത്തെ വലിയ തിരുമേനിയോ അവിടുത്തെ വലിയ പ്രമാണിയോ ഒന്നുമല്ല. വളരെ സാധാരണക്കാരനാണ്, എന്നെയും നിങ്ങളെയും പോലെ. ഇന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പാക്കുവാനായിട്ട് കഴിയും. പൗലോസിന്റെ കൂടെ നടന്ന എല്ലാ സഹോദരങ്ങളും, പൗലോസ് ശുശ്രൂഷിച്ചിരുന്ന സഭയിൽ എടുത്തു പറഞ്ഞിട്ടുള്ള എല്ലാവരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ഒരുത്തർക്കും ഒരു ഉറപ്പില്ല. ഞാൻ സ്വർഗത്തിൽ പോകുമോ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പിലാണ് നാം നിൽക്കുന്നത്. വചനത്തെ യഥാർത്ഥമായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് പറയുവാൻ കഴിയും, യെസ്, മൈ നെയിം ഈസ് ഇൻഡീഡ് ദേർ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ്. നമുക്കത് ഉറപ്പുണ്ടായിരിക്കണം. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 13:8 അവിടെ ഇങ്ങനെ പറയുന്നു: ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അന്ന് മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാനായിട്ട് ദൈവം അവസരങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിലും അതിൽ പേരെഴുതി കാണാത്ത എല്ലാ ഭൂവാസികളും ഭൂമിയിൽ വസിക്കുമ്പോഴാണ് നമ്മുടെ പേര് അതിൽ എഴുതുന്നത്. നാം മരിച്ചു പോയി കഴിഞ്ഞ് 5-6 വർഷം കഴിഞ്ഞിട്ട് കുറച്ചു പേര് കൂടിയിരുന്നിട്ട് തീരുമാനിക്കുന്നതല്ല ഇവന്റെ പേര് പുസ്തകത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകല ഭൂസീമവാസികളും ഭൂമിയിൽ വസിക്കുന്നവരുടെ പേരാണ് ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണുന്നത്. വെളിപ്പാട്
20:15 വീണ്ടും പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവന്റെ പുസ്തകത്തിൽ ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട പി ടി തോമസ് സാർ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ട ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട്. കാര്യം ആ ഒരു പഠിപ്പിക്കുന്ന ഒരു രീതി കണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുണ്ടായി, നമ്മുടെ വീരപ്പൻ അദ്ദേഹത്തിന്റെ കുഴപ്പങ്ങൾ ദൂതന്മാരിങ്ങനെ ലിസ്റ്റ് എടുത്ത് വായിക്കുകയാണ്. വീരപ്പനെ അവിടെ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിർത്തിയിരിക്കുക. അവിടെ വെച്ച് വീരപ്പന്റെ പേര് വിളിച്ച് മുന്നേ വന്നു. പുള്ളിയുടെ കുഴപ്പങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയുമ്പോൾ കുറച്ച് വായിച്ചപ്പോഴേ ദൂതന്മാർ ചോദിക്കുക, കർത്താവേ ഇവനെ തള്ളിയേക്കട്ടെ എന്ന് ചോദിക്കുക. ദൈവം പറയാ, വെയിറ്റ്, ഓപ്പൺ ദി ബുക്ക് ഓഫ് ലൈഫ്, ജീവന്റെ പുസ്തകം തുറക്കാൻ പറഞ്ഞു. ഇവന്റെ പേരുണ്ടോ നോക്ക്. ഇല്ല. ആ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലാത്തതിനാൽ ഇവനെ തള്ളിയിടാൻ പറയുക. സഹോദരൻ, നമ്മുടെ പാപത്തിന്റെ ലിസ്റ്റ് അല്ല ഇന്നത്തെ വിഷയം. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതുവാനായിട്ട് കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. കാര്യം ഇന്ന് കൃപായുഗമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ദൈവം എഴുതി ചേർക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ആ കാര്യം ഇത്ര സിമ്പിളായി നമുക്ക് പ്രാപിക്കുവാൻ കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത ദുശാഠ്യം, ആവശ്യമില്ലാത്ത പാരമ്പര്യം, ആവശ്യമില്ലാത്ത പല നിർബന്ധങ്ങൾ ഒഴിവാക്കിയിട്ട്, കാര്യം നിന്റെ ആത്മാവിന് നീയാണ് ഉത്തരവാദി. ഒരുത്തരും കൂടെ കാണത്തില്ല. കണ്ണടഞ്ഞു കഴിഞ്ഞാൽ ഡൺ, യു ആർ ഗോൺ, ഫിനിഷ്. പള്ളിപ്പുരയിടത്തിൽ നിന്ന് കിട്ടുന്ന ബന്നും ചായയും കുടിച്ചിട്ട് പോകുമ്പോൾ തന്നെ നിന്റെ ബന്ധക്കാരെല്ലാവരും പോകും, വീട്ടുകാര് എല്ലാവരും പോകും. യു വിൽ ബി അലോൺ. ഞാൻ ഈ കാര്യം പറയുന്നത് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്, പേടിപ്പിക്കാനല്ല. സീരിയസ്നെസ് മനസ്സിലാക്കണം. നമ്മുടെ ഈ വിഷയത്തിൽ, ഈ സീരീസ് 1-ൽ ഞാൻ ഇത് ചേർത്തിരിക്കുന്നത് കൃപായുഗത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ്. കൃപയുടെ യുഗമാണ്. ലോകമുണ്ടായതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. കാര്യം രക്ഷിക്കപ്പെടുവാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടാത്ത ദൈവത്തിന്റെ മഹാദയ, ദൈവത്തിന്റെ മഹാകരുണയാൽ നമുക്ക് വേണ്ടി ദൈവം ഓപ്പൺ ചെയ്ത ഒരു പ്രത്യേക പീരീഡാണ്. ഈ ഒരു പ്രിവിലേജ്, ഈ ഒരു ആനുകൂല്യം സ്വീകരിക്കാൻ നമുക്ക് മനസ്സില്ലാതെ നമ്മൾ മാറി നടക്കുകയാണ്. ഇതിനെ സ്നേഹത്തോട് ദൈവം വിളിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസം, കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസം, ഇന്ന് നീ വിശ്വസിക്കേണ്ടത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളാണ്. അതിലിങ്ങനെ പറയുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഏതൊരു മനുഷ്യനും ലോകത്തിലുള്ള സകലരുടെയും പാപങ്ങളെ ചുമക്കുവാൻ അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി. ഇന്ന് ആര് അവനെ വിശ്വസിക്കുന്നുവോ ഒരു ജാതിയും അതിന് പ്രശ്നമല്ല. നാം എല്ലാവരും ജാതികളാണ്. എന്നെ കേൾക്കുന്ന ഏവരും, ലോകത്തിലുള്ള ഏവർക്കും രക്ഷിക്കപ്പെടുവാൻ ഉള്ള ഒരേ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ നിനക്കിന്ന് രക്ഷയാണ്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേറെ ഏതെങ്കിലും വിധേയനായാണ് നീ രക്ഷപ്പെടുവാനായിട്ട് താല്പര്യപ്പെടുന്നതെങ്കിൽ, പ്രിയ സ്നേഹിത, നിനക്ക് ക്രിസ്തുവിനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നീ കൃപയിൽ നിന്ന് വീണുപോയി. കൃപായുഗത്തിന്റെ ബ്രാക്കറ്റിന് വെളിയിലാണ് നീ ആയിരിക്കുന്നത്. നിനക്ക് ഈ കാലഘട്ടവുമായിട്ട്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ രക്ഷാ പദ്ധതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ കാലഘട്ടത്തിൽ രക്ഷ വിശ്വാസത്താലാണ്. ഇറ്റ്സ് ഫെയ്ത്ത് അലോൺ, ഇറ്റ്സ് ഗ്രേസ് അലോൺ, ഇറ്റ്സ് ക്രൈസ്റ്റ് അലോൺ. 1-2 ജെനുവിൻ ക്വസ്റ്റ്യൻസിനോട് ആൻസർ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഈ ക്വസ്റ്റ്യൻ വാലിഡ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത്, യാതനാ സ്ഥലത്ത് ഇന്ന് കിടക്കുന്നവർക്ക് സുബോധമുണ്ടോ? അതായത് മരിച്ച ഇന്ന് യാതനാ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്, കൃപായുഗം, ഇപ്പോഴുള്ള കാലം. ഇവിടെ കർത്താവിൽ അല്ലാതെ മരിച്ചു പോകുന്നവർ കിടക്കുന്ന സ്ഥലം യാതനാ സ്ഥലമാണ്. ഇവിടെ കിടക്കുന്നവരുടെ ആത്മാക്കൾക്ക് സുബോധമുണ്ടോ? ഞാൻ പറഞ്ഞു, നമുക്ക് ബോധം തരുന്ന ഘടകമാണ് പ്രാണനും ആത്മാവും. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി എന്നുള്ളതേ ഉള്ളൂ. അത് നിത്യമാണ്. ഞാൻ തന്നെയാണ്. എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മരിച്ചുപോയ ആൾക്കാർക്കെല്ലാം അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അവർക്കറിയാം. അവര് ദൈവത്തിന്റെ കസ്റ്റഡിയിലാണ്. അവർ യാതനാ സ്ഥലത്ത് കഴിയുന്നവരുണ്ട്. കൃപയാൽ സ്വർഗത്തിൽ, പാരഡൈസിൽ കഴിയുന്നവരും അനേകം പേരുണ്ട്. എന്നാൽ യാതനാ സ്ഥലത്ത് കഴിയുന്നവർക്ക് സുബോധമുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അവർക്ക് സുബോധമുണ്ട്. കാര്യം, ധനവാൻ ലാസറിനെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നു. ധനവാന്
ലാസറിനെ മനസ്സിലാകുന്നു. അവിടെ കിടന്നുകൊണ്ട് ലാസറിനോട് പറയുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിനോട് അപേക്ഷിക്കുകയാണ്, ലാസറിനെ ഇങ്ങോട്ട് അയക്കുമോ, ലാസറിനെ എൻ്റെ വീട്ടിലോട്ട് അയക്കുമോ, എൻ്റെ ചില സഹോദരങ്ങൾ ഇനിയും രക്ഷിക്കപ്പെടാനുണ്ട്, അവരോട് ലാസറിനെ വിട്ടെന്ന് സുവിശേഷം പറയുമോ. വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് സുബോധമുണ്ട്. കാര്യം നമ്മൾ തന്നെയാണ് അവിടെ കിടക്കുന്നത്. ഇനി 1-2 ഉദാഹരണങ്ങൾ കൂടി ഞാൻ കാണിച്ചു തരാം. അത് സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു ഉദാഹരണമാണല്ലോ. ചില വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ കൂടി ഞാൻ കാണിച്ചു തരാം. 1 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായം 8-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ഞാൻ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ശരീരം വിട്ട്, പൗലോസ് പറയുന്നത് ശരീരം വിട്ട് കഴിഞ്ഞാൽ പിന്നെന്ത് സന്തോഷം? മറ്റുള്ള നമ്മുടെ അകത്തെ മനുഷ്യനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, എൻജോയ് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ, ക്രിസ്തുവിന്റെ കൂടെയുള്ള ജീവിതം ശരിക്കും ആസ്വദിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെന്ത് സന്തോഷം? പൗലോസോട് പറയുകയാണ്, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടിട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അടുത്ത ഒരു ഉദാഹരണം, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. അവിടെ പറയുകയാണ്, ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ഈ ശരീരത്തിൽ ഇരിക്കാനും ഇത് വിട്ടുപിരിയാനും എനിക്ക് താല്പര്യം. ഇത് രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു എന്ത് ചെയ്യണമെന്നുള്ളത്. നിങ്ങളെ അനേകരെ രക്ഷിക്കാൻ ഞാൻ ശരീരത്തിലായിരിക്കുന്നു, എന്നാൽ ഇത് വിട്ടുപിരിഞ്ഞു പോയാൽ എനിക്ക് അത്രയും സന്തോഷം, കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ കഴിയും. ഇത് രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു, ക്രിസ്തുവിനോട് കൂടെ വസിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കർത്താവിനോട് കൂടെ ആ ഒരു വാസം അത് അത്യുത്തമമല്ലോ. കാര്യം നമുക്കത് മനസ്സിലാക്കുവാൻ പറ്റും, നമുക്കത് എൻജോയ് ചെയ്യുവാൻ പറ്റും, ആ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് നാം ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തെ ഒരു സൗഭാഗ്യമാണ്. ചില ഉദാഹരണങ്ങൾ കൂടി കാണിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അവിടെ കാണുന്നു, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അവരുടെ ജീവൻ പ്രതികാരത്തിനായിട്ട് കൊതിക്കുകയാണ്. അതായത് ഈ ട്രിബുലേഷൻ പീരീഡിൽ, മഹോപദ്രവ കാലത്ത് രക്ഷിക്കപ്പെട്ടവരുടെ, അല്ലെങ്കിൽ ശിരച്ഛേദം ചെയ്യപ്പെട്ട് അവര് രക്തസാക്ഷികളായിട്ട് മരിച്ചവരുടെ, കഷ്ടപ്പാടിൽ കൂടി കടന്നുപോയി രക്തസാക്ഷികളായി മരിച്ചവരുടെ ആത്മാക്കളെ സ്വർഗത്തിൽ ചെന്നിട്ട് കർത്താവിനോട് പറയുന്ന ഒരു ഭാഗമാണ് നാം ഈ വായിച്ചു കേട്ടത്. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട്, അതായത് ഞങ്ങളെ കഷ്ടപ്പെടുത്തിയവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച്, ഞങ്ങളെ രക്തസാക്ഷിത്വം വഹിച്ച് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കം നിലവിളിച്ചു. അവരോട് പ്രതികാരം ചെയ്യുവാൻ ദൈവത്തിനോട് പറയുക. അവരുടെ ആത്മാവും പ്രാണനും ഒക്കെ പ്രതികാരത്തിന് കൊതിക്കുക. ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും നമുക്ക് അവിടെ ചെന്നാലും ഉണ്ടാകും. ശരീരം മാത്രമേ പോകുന്നുള്ളൂ. ഇത് വെറും മണ്ണാങ്കട്ട, ഇത് മൺകൂടാരം. ഇത് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ മനുഷ്യൻ ഇരിക്കുന്നത് അകത്താണ്. അവൻ ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് വെറും നിസ്സാരമാണ്, ഇത് വെറും മണ്ണാണ്, ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അടുത്ത വാക്യം, ലൂക്കോസ് 16:23. ലൂക്കോസ് 16:23. അവിടെ ലാസറിനെ അബ്രഹാമിന്റെ മടിയിൽ കാണുന്നു. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ആണ്. ലാസറിനെ അബ്രഹാമിന്റെ മടിയിൽ ധനവാൻ കാണുകയാണ്, കണ്ടിട്ട് കർത്താവിനോട് അപേക്ഷിക്കുന്ന രംഗം. അതുപോലെ തന്നെ അതിന്റെ 23-ാം അധ്യായം 43-ാം വാക്യം, ക്രൂസിലെ കള്ളനോട് കർത്താവ് പറയുന്ന രംഗം. എന്താ പറഞ്ഞത്? ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. അവന്റെ ശരീരം ക്രൂശില, അവനെ ക്രൂശിൽ തെറിച്ച് അവന്റെ ശരീരം ക്രൂശിൽ കിടക്കുക. കർത്താവ് പറയുക, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. ആരാ പറുദീസയിലിരിക്കുന്നേ? അവന്റെ അകത്തെ മനുഷ്യൻ, അവന്റെ പ്രാണൻ, അവന്റെ ആത്മാവ്. അതിന് ഈക്വലി, അല്ലെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ദൈവത്തോട് അടുക്കാൻ പറ്റുന്ന തരത്തിലാകുകയാണ് നാം മരിക്കുമ്പോഴത്തേന് എല്ലാം തീരുകയല്ല, നാം ദൈവത്തോടുള്ള ഹോളി കമ്മ്യൂണിയനിൽ ഒരു പടി കൂടി അടുക്കുകയാണ് ചെയ്യുന്നത്. ആ കള്ളനോട് കർത്താവ് പറയുകയാണ്, ഇന്ന് രാത്രിയിൽ നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. അവന്റെ ഡെഡ് ബോഡി കുരിശിൽ കിടന്നാടുകയാണ്, പക്ഷെ അവൻ കർത്താവിനോടുകൂടി പറുദീസയിലിരിക്കുന്നു. മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 കൊരിന്ത്യർ 12:2. അവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരം ഇവിടെ കിടക്കുകയാണ്, ആത്മാവ് പോയിട്ട് വന്നു. 2 കൊരിന്ത്യർ 12 പൗലോസ് പറയുന്നുണ്ട്, താൻ ആണെന്ന് വെളിപ്പെടുത്തുന്നില്ല എങ്കിലും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും അത് പൗലോസ് തന്നെയാണെന്നുള്ളത്. പൗലോസിനെ ലിസ്ട്രയിൽ വെച്ച് തല്ലി കൊന്ന് കല്ലും കൂനയിൽ കളഞ്ഞിട്ട് പോയി. പൗലോസിന്റെ ശരീരം അവിടെ കിടക്കുകയാണ്. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഉച്ചരിച്ചുകൂടാത്ത പല ഞരക്കങ്ങളാൽ സ്വർഗത്തിലെ പല ആരാധനകൾ, പല സംഭവങ്ങൾ താൻ കണ്ടു. എന്നിട്ട് വീണ്ടും താൻ മടങ്ങി തന്റെ ശരീരത്തിൽ വരികയും കാലൂന്നി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്ത് നമുക്ക് കാണാം.
അവിടെ വരെ പോയി കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വന്നതിന് ശേഷം എഴുതിയിരിക്കുന്ന ഭാഗമാണ് നമ്മോട് വായിച്ച് കാണുന്നത്. ശരീരം വിട്ടുകഴിഞ്ഞാൽ നമുക്ക് നല്ല സുബോധമാണ്. നമുക്ക് ഇപ്പോഴുള്ള ബോധം അതുപോലെ തന്നെ ഉണ്ടാകും. മരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു, ആൾക്കാർ വന്ന് അലമുറയിട്ട് കരയുന്നു, നമ്മളെ എടുത്ത് സ്ട്രെച്ചറിൽ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, പോകുന്ന വഴിക്ക് മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുന്നു. ഇതെല്ലാം അറിയാം, ഇതെല്ലാം കാണുന്നു. മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരണം കൊണ്ട് ഒരു അവസാനമല്ല, മരണത്തിന് ശേഷം ആക്ച്വൽ ലൈഫ് ആരംഭിക്കുകയാണ്. പ്രിയ സ്നേഹിത, മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ആത്മാവ് എവിടെ പോകുന്നു എന്ന് തീരുമാനിക്കുന്നത് നീയാണ്. ഇത് വേറെ നമ്മുടെ മാമനും നമ്മുടെ മച്ചാനും നമ്മുടെ മരുമകനും ഒന്നും കൂടെ കാണത്തില്ല. യു ഡിസൈഡ്സ് യുവർ ഡെസ്റ്റിനി. അത് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുവാൻ, ആ ഒരു ഉറപ്പുള്ളവർക്കായിട്ട് ആ ഒരു തീരുമാനം എടുക്കുവാൻ, ദൈവവചന നിമിത്തം ധൈര്യം കാണിക്കുവാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫീരുകളാവാതെ തിരുവചന നിമിത്തം ധൈര്യം കാണിക്കുവാൻ, ആണത്തം കാണിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ രക്ഷിക്കപ്പെടാതെ യാതനാ സ്ഥലത്ത് പോകേണ്ടി വന്നാൽ, അഥവാ തീപ്പൊയ്കയിൽ പോകേണ്ടി വന്നാൽ, അവിടെ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ആരും കാണത്തില്ല. ശരിക്കും അവിടെ കിടന്ന് ഈ സുവിശേഷം നിങ്ങൾ ഓർക്കും. നിങ്ങളോട് സുവിശേഷം പറഞ്ഞവരുടെ മുഖം, ഓരോരുത്തരുടെയും മുഖം നിങ്ങൾക്ക് ഓർമ്മ വരും. ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് എൻ്റെ മുഖം നിങ്ങൾ ഓർക്കും. രക്ഷപ്പെടാൻ പറഞ്ഞവരെ നിസ്സാരന്മാരെന്ന് കണ്ട് നിങ്ങൾ വളരെ നിസ്സാരതയോടെ ഈ വിഷയം കണ്ടത് നിങ്ങൾ അവിടെ കിടന്ന് ഓർക്കും. 20-ാം നൂറ്റാണ്ടിലും ഇത്തരം ആൾക്കാരുണ്ടല്ലോ എന്ന് പുച്ഛിച്ച് തള്ളിയത് നിങ്ങൾ അവിടെ കിടന്ന് ഓർക്കും. ഇത്ര നിസ്സാരമായിട്ട് എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുമായിരുന്നല്ലോ, എന്നാൽ ഞാൻ അതിനെ സീരിയസ് ആയിട്ട് എടുത്തില്ലല്ലോ, എൻ്റെ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഓടി നടന്ന് എൻ്റെ സമയം വേസ്റ്റ് ആക്കി കളഞ്ഞല്ലോ എന്ന് നിങ്ങൾ ഓർത്ത് നിങ്ങൾ അവിടെ കിടന്ന് പരിതപിക്കും. ശ്രദ്ധിച്ച് കേൾക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് വീണ്ടും അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ മരിച്ചാൽ പിന്നെ ദൈവത്തിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഒരു ചെപ്പടി വിദ്യയ്ക്കും നിങ്ങളെ മാറ്റുവാൻ കഴിയത്തില്ല എന്നുള്ള ദാരുണമായ സത്യം നിങ്ങൾ അവിടെ കിടന്ന് മനസ്സിലാക്കും. അവിടെ ഒരു ഫ്രണ്ട്സും കാണത്തില്ല. അവിടെ ഒരു കൂട്ടും കൂടി കൂച്ചിപ്പിടി നൃത്തവും മിമിക്രിയും ഒക്കെ ആയിട്ട് അവിടെ കഴിയാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിത്യദണ്ഡനമാണ്. ഇത് വെറും സാമ്പിൾ വെടിക്കെട്ടാണ്. യാതനാ സ്ഥലം എന്ന് പറയുന്നത് വെറും സാമ്പിൾ വെടിക്കെട്ടാണ്. വെള്ളസിംഹാസനത്തിലെ ന്യായവിധി കഴിയുമ്പോൾ തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിൽ അത് നിത്യമാണ്. അഗാധ കൂപം, ബോട്ടംലെസ് പിറ്റ്. ശരീരം 6 അടി മണ്ണിൽ തീരും. എന്നാൽ നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവും ഉണ്ട്. അത് അഗാധ കൂപത്തിൽ വീഴുകയാണ്. അത് പിച്ച് ബ്ലാക്ക് ആണ്. കണ്ണിൽ കുത്തിയാൽ കാണാത്ത മാതിരിയുള്ള അന്ധകാരത്തിലാണ്. അത് നമ്മുടെ കാല് നിലത്ത് തൊടാത്ത രീതിയിൽ നാം പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഒരിടത്ത് വീണ് ഒരിടത്ത് ഇരുന്ന് അല്പം വെന്തും അല്പം പൊള്ളിയൊക്കെ നമ്മൾ ഇച്ചിരി വേദന എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കില്ല. ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് അഗാധ കൂപം. അതാണ് സാത്താൻ ഏറ്റവും ഭയപ്പെടുന്ന സ്ഥലം. സാത്താൻ കർത്താവിനടുക്കൽ ഒരിക്കൽ ഗദരദേശത്ത് വെച്ച് കർത്താവിനെ കാണുമ്പോൾ, യേശുക്രിസ്തുവിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ സമയത്തിന് മുന്നമേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ? ആണെങ്കിൽ തന്നെ അഗാധകൂപത്തിൽ ഞങ്ങളെ അയക്കരുതേ, ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുവാനായിട്ട് പറയുകയാണ്. പലരുടെയും വിചാരമുണ്ട് നരകത്തിന്റെ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സാത്താനാണ്. നാം ചെന്ന് കഴിയുമ്പോഴത്തേന് ഓരോരുത്തരെ റാഗ് ചെയ്ത് ഒരു തട്ടൊക്കെ തട്ടി ഇവനെ അകത്തോട്ടാക്കുന്നത് സാത്താനാണെന്ന്. സാത്താൻ പേടിച്ച് വിറയ്ക്കുന്ന സ്ഥലമാണ്. അവൻ ഏറ്റവും ഭയപ്പെടുന്ന സ്ഥലമാണ്. തീഹാർ ജയിലിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ വലിയ കള്ളനാണോ? അല്ലല്ലോ. അതുപോലെ തന്നെ ആ നരകത്തിന്റെ ഉത്തരവാദിത്വം ദൈവത്തിന് തന്നെയാണ്. ദൈവദൂതന്മാർ തന്നെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അഫ്സൽ ഗുരു നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്ക് ചെയ്ത തീവ്രവാദികളിൽ ഒരാളാണ്. ഞാനൊരു ഉപദേശി ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ അഫ്സൽ ഗുരുവിനെ നമ്മൾ ഇട്ടിരുന്നത് ഒരു വലിയ ഇരുട്ട് തടവറയിലാണ്. ഒരു തടവറയിലാണ് അവനെ ഇട്ടിരുന്നത്. ഏതാനും ആഴ്ചകൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, അതായത് തടവറ എന്ന് പറഞ്ഞാൽ ഇരുട്ട്, കുണ്ടറയ തടവറ. അതിലെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മണിക്കൂറുകൾ മാത്രമേ നമ്മളെ വെളിയിൽ കൊണ്ടുവരത്തുള്ളൂ, പ്രകാശം വെട്ടം കാണാൻ അനുവദിക്കത്തുള്ളൂ. മറ്റത് ഇരുട്ടിലാണ് നാം കഴിയുന്നത്. ഭയങ്കര ആമത്തിൽ കാലും കൈയുമൊക്കെ ചങ്ങലക്കിട്ട് നമ്മളെ ഇരുട്ടിൽ ഇരുത്തിയേക്ക്. ചില മണിക്കൂറുകൾ മാത്രം കൊണ്ടുവന്നത് വെട്ടം കാണിക്കും ചില ദിവസങ്ങളിൽ, പിന്നെ അകത്ത് കൊണ്ടുപോകും. ഈ അഫ്സൽ ഗുരുവിനെ അങ്ങനെയാണ് ഇട്ടിരുന്നുവെന്ന് ഒരു ഉപദേശി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു റിപ്പബ്ലിക് ഡേയില് നമ്മുടെ പ്രസിഡന്റിന് ഒരു മേഴ്സി പെറ്റീഷൻ കൊടുക്കുകയുണ്ടായി, ഒരു ദയാ ഹർജി.
അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ദയാഹർജിയിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഞാൻ ചെയ്തതൊരു മഹാരാജ്യദ്രോഹ കുറ്റമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കതിൽ പശ്ചാത്താപമുണ്ട്, മനസ്താപമുണ്ട്, മാനസാന്തരമുണ്ടായി. എന്നെ നിങ്ങളൊരു ഉപകാരം ചെയ്യണം, ഒന്ന് കൊന്നു തരണം, എന്നെ ആ തടവറയിലിട്ടേക്കരുത്, എനിക്കത് താങ്ങാൻ പറ്റത്തില്ല എന്ന് അഫ്സൽ ഗുരു നമ്മുടെ പ്രസിഡന്റിന് കൊടുത്ത ദയാഹർജിയിൽ എഴുതിയിരുന്നു എന്നാണ് പറയുന്നത്. ഏതാനും ആഴ്ചകൾ, ഏതാനും മാസങ്ങൾ മാത്രം ആ തടവറയിൽ കഴിഞ്ഞ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആ ഇരുട്ടത്ത് കഴിഞ്ഞിരുന്ന ആ തീവ്രവാദി അവൻ പറയുകയാണ്, എന്നെ ഒന്ന് കൊന്നു തരണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. പ്രിയ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുന്നതിലും ഭയാനകമാണ് നരകം. ഇരുട്ട്, കണ്ണിൽ കുത്തിയാൽ കാണാത്ത പിച്ച് ബ്ലാക്ക് ആണ്. കാല് നിലത്ത് തൊടാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബോട്ടംലെസ് പിറ്റാണ്. വിചാരിക്കുന്ന മാതിരി അത്ര നിസ്സാരമാണെന്ന് എണ്ണി തള്ളിക്കളയല്ല. ട്രാജഡി എന്താണെന്നറിയാമോ? ഇന്ന് ഇത്രയും നിസ്സാരമായിട്ട് നമുക്ക് സ്വർഗവും സ്വർഗത്തിലെ സുഖങ്ങളും അനുഭവിക്കാൻ കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത ദുരഭിമാനം, ആവശ്യമില്ലാത്ത പാരമ്പര്യം, ആവശ്യമില്ലാത്ത ദുശാഠ്യം അത് വിട്ടുകളഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് കൃപായുഗത്തിൽ നിനക്ക് വിശ്വസിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാമെങ്കിൽ, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് കാൽവറിയിൽ താൻ എല്ലാം രക്ഷന്റെ പ്രവൃത്തികൾ നിവർത്തിച്ചു എന്ന് വിശ്വസിച്ച് കർത്താവിനെ നിന്നെ സമർപ്പിക്കാമെങ്കിൽ ഇന്ന് നിന്റെ രക്ഷ ഉറപ്പാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടോ നിങ്ങളെ ഭീതിപ്പെടുത്തി എന്തെങ്കിലും ഈ വിഷയത്തിൽ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരു സാമാന്യ വ്യക്തി എന്നുള്ള നിലയിൽ നാം ഈ സത്യങ്ങൾ അറിഞ്ഞിരിക്കണം. തിരുവചനത്തിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. എന്നാൽ പലരും ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയോ പഠിപ്പിക്കുകയോ ചെയ്യാറില്ല. ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ ഭയമുണ്ടാക്കി, നിങ്ങളിൽ ഉറക്കം കെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് അല്ല. ഈ സത്യം മനസ്സിലാക്കുവാനായി ഇതിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും നമ്മുടെ ആത്മാക്കൾ എവിടെ പോയി, നമുക്ക് എന്ത് സംഭവിക്കുന്നു, ഇന്ന് ഈ സ്ഥലങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ നരകത്തിൽ ചെന്ന് പെടാതിരിക്കാൻ എന്തെങ്കിലും രക്ഷാമാർഗം നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ടോ, എന്ത് നാം അത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ ആത്യന്തികമായി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആർക്കും പ്രയാസമുണ്ടാകുവാനായിട്ടല്ല, ആരെയും ഭയപ്പെടുത്തുവാനായിട്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. 1-2 ചോദ്യങ്ങൾ കൂടി ആൻസർ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. മരണശേഷം രക്ഷയ്ക്ക് അവസരമുണ്ടോ? പലരും ചോദിക്കാറുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ നമുക്ക് രക്ഷപ്പെടാനായിട്ട്? ആൻസർ സിമ്പിൾ ആണ്, ഇല്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന അനേകം മലയാളികൾ കാണും. സോറി, ഇത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയ്ക്ക് യാതൊരു വഴിയുമില്ല. അടുത്തത്, മരിച്ചവരുടെ ആത്മാക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുഖ ദുഃഖങ്ങൾ അന്വേഷിക്കാറുണ്ടോ? വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ, മക്കളുടെ കല്യാണം, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പെരവാസ്തൂലി വിശേഷ ദിവസങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവരൊക്കെ വരാറുണ്ടോ? അവരുടെ സുഖ ദുഃഖങ്ങൾ അന്വേഷിക്കാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം. സുഖ ദുഃഖങ്ങൾ അന്വേഷിച്ച് അവർക്ക് വരാൻ പറ്റത്തില്ല. കാര്യം, ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാക്കൾ കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ കസ്റ്റഡിയിലാണ്. അവിടുന്ന് നമുക്ക് പോരുവാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ നമുക്ക് ബോധമുണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകാം. മരിച്ച അന്ന് വരെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആണ്. എല്ലാ കാര്യങ്ങളും അന്ന് വരെയുള്ളത് അറിയാം. അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് അധികമില്ല. കാര്യം, നമ്മൾ സർവജ്ഞാനിയല്ല, സർവവ്യാപിയല്ല. നമ്മുടെ അടുത്തുള്ള ഒരാൾ മരിച്ചു വന്നപ്പോഴത്തേന് അദ്ദേഹത്തെ തിരക്കി പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന ഒരു സ്വാതന്ത്ര്യത്തിലല്ല നാം യാതനാസ്ഥലത്ത് കഴിയുന്നത്. യാതനാസ്ഥലത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ അടുത്തൊരു വിഷയം ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് മരിച്ച അന്ന് വരെയുള്ള അപ്ഡേറ്റ്സ് ഉണ്ട്, അതിനുശേഷം ഒന്നും അതിൻ്റെ പുറത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബോധമുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും എങ്ങും വരാറില്ല. ആരുടെയും സുഖദുഃഖങ്ങൾ അന്വേഷിച്ച് വീട്ടിലോ വഴിയിലോ വന്ന് നിൽക്കാറില്ല. അതോർത്ത് ആരും പേടിക്കണ്ട. യാതനാസ്ഥലം നിത്യനരകമല്ല. ഇതാണ് യാതനാസ്ഥലം, അത് നിത്യനരകമല്ല. നിത്യനരകം വേറെയാണ്.
യാതന സ്ഥലം നമ്മളെ താൽക്കാലമായിട്ട് റിമാൻഡിൽ വെച്ചിരിക്കുന്ന സ്ഥലമാണ്. വെള്ളസിംഹാസനത്തെങ്കിലെ ന്യായവിധി കഴിഞ്ഞിട്ടാണ് നമ്മളെ നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുന്നത്. യാതനാ സ്ഥലം ഭൂമിയിലാണ്, ഭൂമിയുടെ അധോഭാഗങ്ങളിലാണ്. എന്നാൽ നിത്യ നരകം ഭൂമിയിലല്ല, അത് വേറെ ഒരു ഗോളമാണ്. കാര്യം ഇതിന്റെ അവസാനം വെള്ളസിംഹാസനത്തെങ്കിലെ ന്യായവിധിക്ക് മുൻപ് ഭൂമിയും ആകാശവും സകലവും ദൈവം സൃഷ്ടിച്ച സകലവും നശിപ്പിച്ചു കളയും. സകലതും അഴിഞ്ഞു പോകും, ഒന്നും കാണത്തില്ല. ഇൻക്ലൂഡിങ് സൺ, മൂൺ, ഓൾ ദ സ്റ്റാർസ്, ഒന്നും കാണത്തില്ല. അനന്തതയുടെ വിഹായസിലാണ് വെള്ളസിംഹാസനം ഇരിക്കുന്നത്. ഈ നരകം ഭൂമിയിലാണെങ്കിൽ അന്ന് അതോടുകൂടി ഭൂമി ഒഴിയുന്നത് കൂടി നരകവും തീരും. നോ. ആ നരകം, ആ എറ്റേണൽ ലേക്ക് ഓഫ് ഫയർ തനി വേറൊരു ഗോളമാണ്. വേറെ ദൈവം അതിനുവേണ്ടി തന്നെ ചെയ്തിരിക്കുന്ന വേറെ ഒരു സ്ഥലമാണ് യാതനാ സ്ഥലം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, എന്റെ കോപത്താൽ തീ ജ്വലിച്ച് പാതാളത്തിന്റെ ആഴത്തോളം കത്തും, ഭൂമിയെയും അതിന്റെ അനുഭവത്തെയും ദഹിപ്പിച്ച് പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചു കളയും. ഭൂമി കത്തിപ്പോകും, അതിന്റെ കൂടെ യാതനാ സ്ഥലവും കത്തിപ്പോകും. എന്നാൽ യാതനാ സ്ഥലത്ത് നിന്ന് അതിനോടകം എല്ലാം എറ്റേണൽ ലേക്ക് ഓഫ് ഫയർ അതിലേക്ക് മാറും. അത് ഭൂമിയിലല്ല, അതൊരു തനി സ്ഥലമാണ്. പുതിയ യെരുശലേം ആകാശത്ത് നിന്ന് ഇറങ്ങുന്നത് പോലെ അതൊരു പുതിയ സ്ഥലമാണ് യാതനാ സ്ഥലം എന്ന് പറയുന്നത്. നരകം നിത്യമാണ്, ഒരു ടെമ്പററി പീരീഡ് അല്ല. കുറച്ചു നാൾ കിടക്കുന്നത് കാണുമ്പോൾ ദൈവത്തിന് ദയവ് തോന്നി അവിടെ നമ്മളെ വിടുമെന്ന് വിചാരിക്കേണ്ട. കർത്താവ് ഉവ്വ് എന്ന് പറഞ്ഞാൽ അത് ഉവ്വ് തന്നെയാണ്. ദൈവത്തിന് മാറ്റുവാൻ കഴിയത്തില്ല. പിന്നെ അത് ദൈവം വിചാരിച്ചാലും മാറ്റുവാൻ കഴിയത്തില്ല. നരകം നിത്യമാണ്, അതൊരു ടെമ്പററി പീരീഡ് അല്ല. എന്നേക്കുമായി നാം ആ നിത്യ നരകത്തിൽ യാതന അല്ലെന്നുണ്ടെങ്കിൽ കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വരും. ട്രാജഡി ഇതാണ്. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇന്ന് ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുവാൻ ദൈവം കൃപായുഗത്തിൽ നമുക്ക് ഒരുക്കിയിരിക്കുന്ന പദ്ധതി വളരെ സിമ്പിളാണ്. കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിൽ ഈ അഷുറൻസ് നമുക്ക് തരുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നീ മടങ്ങി വരുന്ന നമ്മളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ഇതിൽ നിന്നൊക്കെ വലിയൊരു വിടുതൽ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പേഴ്സണലി പറഞ്ഞാൽ ഞാനൊരു ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊഫഷണലാണ്. മിക്ക ഫർണസുകൾ, ഞാൻ പ്ലാന്റിൽ പോകുമ്പോൾ മിക്ക ഹൈഡ്രോ ക്രാക്കേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഫർണസുകൾ, ബോയിലറുകൾ, ഇൻസിനറേറ്റുകൾ, ഇതൊക്കെ നോക്കുമ്പോൾ ഇതിൽ ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിനൊക്കെ ഒരു പീപ്പ് ഹോൾ ഉണ്ട്. അതായത് വലിയ ഈ ഒരു തിക്ക് ഗ്ലാസ് ആയിരിക്കും അതിലിട്ടിരിക്കുന്നത്. അത് പൊക്കി അതിൻ്റെ ഫർണസുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഹൈഡ്രോ ക്രാക്കറുകൾ, ബോയിലറുകൾ, ഇൻസിനറേറ്ററുകൾ ഒക്കെ അതിൽ ഫയറിങ്, അതിൻ്റെ ആ ബേണർ ഫ്യൂവൽ അല്ലെങ്കിൽ ബേണേഴ്സ് എങ്ങനെ ഫയർ നടക്കുന്നു, പൈലറ്റ് ബേണേഴ്സ് എങ്ങനെ ഫയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഫയറിൻ്റെ ഒരു തീവ്രത എങ്ങനെ ഉണ്ട് എന്ന് കാണുവാനായിട്ട് ഈ പീപ്പ് ഹോൾ പൊക്കി അതിൽ നോക്കാറുണ്ട്. അവിടോട്ട് അടുക്കുവാൻ തന്നെ നമ്മൾ തെർമൽ സ്യൂട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. കാര്യം ആ ഒരു ഏരിയയിൽ അടുക്കുമ്പോൾ തന്നെ റേഡിയേഷൻ കാരണം നമ്മുടെ ദേഹം ഒക്കെ പൊള്ളിപ്പോകുവാനായിട്ട് കഴിയും. 1800, 1600 അത്രയൊക്കെ 1800, 1600 ഡിഗ്രി ചൂടിലാണ് അതിനകം ഇരിക്കുന്നത് ഈ ഫർണസുകൾ, ക്രാക്കറുകളൊക്കെ. ആ ഒരു പീപ്പ് ഹോൾ പൊക്കി അതിലൂടെ ഈ ഗ്ലാസ്സിലൂടെ നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും പൈപ്പുകൾ, ട്യൂബുകൾ പഴുത്ത് ഇരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അത് കാണുമ്പോൾ ഞാൻ നരകം ഓർക്കും. എൻ്റെ കൂടെ നിൽക്കുന്നവരെ അത് കാണിച്ചിട്ട് സുവിശേഷം പറയാൻ എനിക്ക് പലപ്പോഴും ഒരു മുഖാന്തരം ആയിട്ടുണ്ട്. അത് കണ്ടിട്ട് ഞാൻ പലപ്പോഴും ഓർക്കും, കർത്താവേ, ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ നരകം എന്ത് ഭയാനകമായിരിക്കും. ഇത് അനേകരോട് പറയുവാൻ ഒരാത്മഭാരത്തെ എനിക്ക് തരണമേ. എന്നെ കേൾക്കുന്നവരാരും ഇതിൽ പോയി ചെന്ന് ചേരുന്നതിന് ഇടയാകാതിരിക്കുവാൻ, അവരെ രക്ഷിക്കുവാൻ ഒരാത്മഭാരം എനിക്ക് തരണമേ എന്ന് ഞാൻ പലപ്പോഴും അത് കണ്ടിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. നരകം, പ്രിയമുള്ളവരെ, നീ വിചാരിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ്. അത് അതിഭയങ്കരമാണ്, അത് അഗാധമാണ്, അത് ഏകാന്തതയാണ്. കാല് നിലത്ത് തൊടാതെ ബോട്ടംലെസ് പിറ്റ് നാം പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. എന്നോട് ചേർന്ന് പറയുമോ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി
തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ സുവിശേഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിലൂടെ എനിക്ക് രക്ഷയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദൈവമകനായി തീരുവാൻ ദൈവം നിനക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്ന് രക്ഷ സൗജന്യമാണ്. ഇന്ന് കൃപായുഗമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് ഇന്ന് രക്ഷ. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. ഇന്ന് വിശ്വാസത്താലാണ് രക്ഷ. ഇന്ന് രക്ഷ സിമ്പിളാണ്. ഇത് ഗുഡ് ന്യൂസ് ആണ്. ഒന്നുകൂടെ പറയാം. പ്രിയമുള്ള സ്നേഹിതരെ, ഇത് കൃപായുഗമാണ്. ഇന്ന് രക്ഷ സൗജന്യമാണ്. ഇന്ന് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലാണ് രക്ഷ. നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവിലുള്ള ഈ ആഴമായ വിശ്വാസം, രക്ഷണ്യ പ്രവൃത്തി കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്തിന്റെ ആഴം, അതാണ് ഇന്ന് നിന്നെ രക്ഷിക്കുന്നത്. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. ഈ വിഷയം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ വിഷയം പഠിക്കുവാൻ കൂടെ ഇരുന്നതിനാൽ ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി പറയുന്നു. വീണ്ടും ഗേറ്റ് മിനിസ്ട്രീസിന്റെ മറ്റു പല എപ്പിസോഡുകൾ, ഇതിനു മുൻപ് നടന്ന എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കാണുവാൻ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദ ഗേറ്റ് മിനിസ്ട്രിയെ ഇമെയിൽ കൂടി എഴുതി അറിയിക്കുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. സത്യസുവിശേഷത്തെ യഥാർത്ഥമായ ലോകത്തിലെത്തിക്കുവാൻ ഗേറ്റ് മിനിസ്ട്രി എന്നും പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങളെ അതിനുവേണ്ടി സഹായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. ഒരു നല്ല ദിവസം കൂടി കർത്താവായ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. May the grace of God be with you.